ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. വിസുവും പിഞ്ചുവും പൊന്നും പിന്നെ വിസുവും ഞങ്ങളുടെ ഞങ്ങളിപ്പം പോയേക്കുന്നത് തെങ്കാശി കാണാനാണ്. തെങ്കാശി ഞങ്ങളവിടെ ചെന്ന് വിസു ആക്കപ്പാടെ എല്ലായിടത്തും നോക്കുന്നത്. പിഞ്ചു ആണെങ്കിൽ വീഡിയോ എടുക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാണ്ട് നിൽക്കുന്നു. ഞങ്ങളങ്ങനെ തെങ്കാശി ഫേമസ് ആയ ടെമ്പിൾ കണ്ടു. അവിടെ നിന്ന് ഞാനും ദിലും വിസുവും പിന്നെ സിസിൻ്റെ കുഞ്ഞും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കറങ്ങി കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നീട് ഞങ്ങളുടെ യാത്രയിലെല്ലാം ആ തെങ്കാശിയിൽ വളരെ ഭംഗിയുള്ളൊരു ഫേമസ് തെങ്കാശിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പം നാരങ്ങ വിൽക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ മാർക്കറ്റിലെ എല്ലാ ആൾക്കാരും തന്നെ നല്ല സ്നേഹമുള്ളവരായിരുന്നു. നല്ല ഒരുപാട് കാണാനും വളരെ ഭംഗിയുള്ള മാർക്കറ്റിനുള്ളിൽ തന്നെ നടുക്ക് സെൻട്രലായിട്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ഭംഗിയിലാണ് വെച്ച് പിടിപ്പിച്ചിരുന്നത്. കാണാനും ഭയങ്കര നല്ല ഒരു നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഭയങ്കര മൈൻഡിന് നല്ലൊരു എന്താ പറയുക, ഒരു അവിടെ ഞാൻ ഒരുപാട് നമ്മളിങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ മാർക്കറ്റിൽ ഇങ്ങനെയൊന്നും. പക്ഷെ അവിടുത്തെ ആ ഒരു വളരെ ഭംഗി ഗ്രാമീണത തോന്നുന്നത് പഴയ ഒരു നമ്മുടെ ഒരു നൊസ്റ്റാൾജിയിലോട്ട് പോകുന്നൊരു അനുഭവമായിരുന്നു അവിടെ ചെന്നപ്പം. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ ചെന്ന് കണ്ടപ്പോൾ എല്ലാം വളരെ ഒരു പ്രത്യേകതമായിട്ട് നമുക്ക് തോന്നിയ കുറേ കാര്യങ്ങളാണ്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലേലം വിളി തുടങ്ങിയില്ല. അപ്പോൾ ഞങ്ങളവിടെ ഒരു കടയുടെ സൈഡിൽ ഇരുന്നു. ആ കടയിലെ ചേട്ടനാണെങ്കിൽ ഫാനൊക്കെ ഇട്ട് തന്നു, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. എന്തൊരു സ്നേഹമാണെന്നറിയാം ആൾക്ക്. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കട കണ്ടു. ഫ്രൂട്ട്സ് കടയുടെ തൊട്ടിപ്പുറത്ത് തന്നെ ഉപ്പേരി വിൽക്കുന്നത് കണ്ടു. അവിടെ ഉപ്പേരി വിൽക്കുന്ന ചേട്ടന്മാരും അവിടെ കുറേ ചേട്ടന്മാർ അവിടെ ഇരുന്നിട്ട് കായ് തോല് പൊളിച്ചിട്ട് അരിയുന്നുണ്ടായിരുന്നു. ഉപ്പേരിയൊക്കെ ഇങ്ങനെ വറുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. അവിടെ നിന്ന് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ച് അവിടെ തന്നെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് നോക്കി ഫ്രൂട്ട്സ് എല്ലാം മുക്കി വെച്ചു. ആ ഫ്രൂട്ട്സെല്ലാം കാണാൻ തന്നെ ഭംഗിയായി. പിന്നെ അവിടെ ഇരിക്കുന്ന തോന്നുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ചതുരപ്പുളി ഉണ്ടായിരുന്നു. അവിടെ ആർക്കും വേണ്ടാണ്ട് കിടന്ന ചതുരപ്പുളിയാണ്. അവിടെയൊക്കെ കൊല്ലുന്ന വില കൊടുക്കേണ്ട വന്നു. കാരണം 260 കിലോ. ഇവിടെ വീട്ടിലാണ് വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണ്ട. പിന്നെ കണ്ടത് ആട്ടിൻകാലെന്ന് പറഞ്ഞൊരു കിഴങ്ങാണ് കണ്ടത്. അതെടുത്ത് നോക്കി അതിന് നല്ല വിലയായിരുന്നു. പിന്നെ എല്ലാം എടുത്ത് നോക്കി കഴിക്കുന്നില്ല. അപ്പോൾ തന്നെ വിസു ഡ്രാഗൺ ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അതും വാങ്ങിച്ചു. പിന്നീട് ഞങ്ങൾ നോക്കുമ്പോൾ കുറേ കുരങ്ങന്മാരെല്ലാം വഴി സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ചേലായിരുന്നു. കുട്ടികളെല്ലാം അങ്ങോട്ടും നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഏത്തയ്ക്കെല്ലാം തോല് പൊളിച്ചിട്ട് വറുക്കുക